ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് DC-യുടെ പുതിയ സിനിമയായിട്ടുള്ള അക്വാമാൻ ദ ലോസ്റ്റ് കിങ്ഡം എന്ന് പറയുന്ന അക്വാമാൻ തന്നെ സീക്വൽ ആയിട്ടുള്ള സെക്കൻഡ് പാർട്ട്. ആ ഒരു സിനിമ റിലീസായി. അപ്പോൾ ആദ്യം നേര് കണ്ടു, ഇപ്പോൾ അക്വാമാൻ കണ്ടു. അക്വാമാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വെറുതെ കണ്ടിരിക്കാവുന്ന ഒരു സിനിമ അങ്ങനെയാണ് തോന്നിയത്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, DC-യിൽ ഇപ്പോൾ ഫുൾ ഒരു അഴിച്ചുപണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി വീണ്ടും ഇവർ റീബൂട്ട് ചെയ്യാൻ പോവാണ്. DC-യിലെ കഥകളൊക്കെ തന്നെ റീബൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ജെയ്സൺ മോമോ അക്വാമാനായിട്ട് ഇനി ഉണ്ടാവുമോ എന്നുള്ളതൊന്നും അറിയില്ല. ബട്ട് സ്റ്റിൽ ജെയിംസ് വാൻ ആയതുകൊണ്ട്, ഡയറക്ടർ ജെയിംസ് വാൻ ആയതുകൊണ്ട് ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഫസ്റ്റ് പാർട്ട് എടുത്തു വെച്ചിരിക്കുന്നത് അതി തീപ്പൊരി സാധനമായിരുന്നു. കാരണം DC-യിൽ കണ്ടുപരിചയമില്ലാത്ത കളറിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒരു ഫ്രഷ് ഫീല് കിട്ടിയിട്ടുള്ള ഒരു സിനിമയായിരുന്നു അക്വാമാൻ എന്ന് പറയുന്ന പടത്തിന്റെ ഫസ്റ്റ് പാർട്ട്. ഒരു 50-50 മൈൻഡ് സെറ്റ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു സിനിമ കാണാൻ പോയത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വെറുതെ കണ്ടിരിക്കാവുന്ന ഒരു സിനിമ. ഈ സിനിമയിൽ പറയുന്ന കഥ എന്ന് പറയുന്നത്, ഇതിൽ അക്വാമാന്റെ ബ്രദറും ഇയാളും കൂടി ഒന്നിച്ച് ഒരു ഇവരുടെ നഷ്ടപ്പെട്ടു പോയ ഒരു കിങ്ഡം അത് അവർ കണ്ടുപിടിച്ച് കുറച്ച് ആൾക്കാരെ റെസ്ക്യൂ ചെയ്യുന്നു. അതുപോലെ തന്നെ ലാസ്റ്റിലേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ അറ്റ്ലാന്റിക്കിന്റെ ആൾക്കാരും അതുപോലെ ലാൻഡിലെ മനുഷ്യന്മാരും തമ്മിലുള്ള ആ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതും അവിടെ വെച്ച് പടം നിർത്തുന്നതാണ്. അതിന്റെ ഇവർ രണ്ടുപേരെയും ഇടയ്ക്ക് നിൽക്കുന്ന മീഡിയേറ്റർ ആയിട്ട് അക്വാമാൻ മാറുന്നതും അങ്ങനെയൊക്കെയാണ് പടം അവസാനിപ്പിക്കുന്നത്. സ്റ്റിൽ ഇതൊരു അവസാനിപ്പിച്ചു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ക്രെഡിറ്റ് സീനിൽ പ്രത്യേകിച്ച് വലിയ എന്താ പറയുക കാമിയോ റോൾസ് വരികയോ അല്ലെങ്കിൽ അടുത്ത പടങ്ങളിലേക്കുള്ള ലിങ്ക് ഇടുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നുമില്ല. സ്റ്റിൽ അക്വാമാന്റെ ബ്രദർ ഒരു ബർഗർ കഴിച്ച് നിർത്തുന്നതാണ് ഈ പടത്തിന്റെ അവസാനം എന്ന് പറയുന്നത്. ഈ ഒരു സിനിമയെ സംബന്ധിച്ച് ഇവർ രണ്ടുപേരും തമ്മിലൊരു കെമിസ്ട്രി അത്യാവശ്യം നല്ല രീതിയിൽ വർക്കൗട്ട് ആയെന്ന് തോന്നി. കാരണം കുറച്ച് കോമഡി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വന്നു. ക്ലൈമാക്സ് പോർഷനിൽ ഏറ്റവും ലാസ്റ്റിലൊരു 1-2 ആക്ഷൻ പഞ്ചുകൾ എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. അക്വാമാന്റെ ആ ഒരു ഫുൾ ലെങ്ത് പവറിൽ ഉള്ള പഞ്ച് എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ആ ഫുൾ ഫ്ലഡ്ജ് വില്ലനായിട്ട് വരുന്ന സമയത്ത് അയാള് വരുന്നതും അപ്പൊ തന്നെ മരിക്കുന്നതും ഒക്കെ വൻ ശോകമായിരുന്നു. കാരണം ശരിയാണ്, ഇനിയിപ്പോൾ ഇതിനെ വലിച്ചു നീട്ടി കൊണ്ടുപോയിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ എന്നാലും ആ വില്ലൻ അങ്ങോട്ട് അവിടെ നിന്ന് എണീറ്റ് വരുന്ന സമയത്ത് എന്തൊക്കെയൊക്കെയോ ഇപ്പൊ സംഭവിക്കുന്നുള്ള നിലയ്ക്ക് ഒരൊറ്റ പഞ്ചില് പടം മൊത്തം അങ്ങോട്ട് അവസാനിക്കുകയാണ്. ഞാൻ ഇങ്ങനെ ഇത്രയേ ഉള്ളൂ അല്ലേ വില്ലൻ എന്നുള്ള ആ ഒരു ഫീലിലേക്ക് എത്തി. പക്ഷേ സ്റ്റിൽ 2 മണിക്കൂർ ഇങ്ങനെ ബോറടിക്കാത്തൊരു റോളർ കോസ്റ്റർ റൈഡ് പോലെ ഇങ്ങനെ പോകും. ഫസ്റ്റിന്റെ ആ ഒരു പ്രതീക്ഷകളൊന്നും വെച്ചിട്ട് ഈ ഒരു സെക്കൻഡ് പാർട്ട് കാണാൻ നിൽക്കണ്ട. അതിനുള്ളതൊന്നും ഇല്ല. ജെയിംസ് വാന്റെ ഏറ്റവും ഒരു വീക്കസ്റ്റ് പടങ്ങളിലൊന്നായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. സോ നിങ്ങൾ ഈ ഒരു DC ഫാനാണ്, നിങ്ങളൊരു അക്വാമാൻ ഫാൻ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെറുതെ ജസ്റ്റ് ഒരു തവണ തിയേറ്ററിൽ നിന്ന് കണ്ടു നോക്കുക. 3D കാര്യങ്ങളൊന്നും വലിയ എഫക്റ്റീവ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. VFX-ലും CGI-ലൊക്കെ ഒരുപാട് മിസ്റ്റേക്കുകൾ, ഒരുപാട് എന്താ പറയുക അസഹനീയമായിട്ടുള്ള മിസ്റ്റേക്കുകളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ ഞാൻ പറഞ്ഞില്ല, ഇതൊരു 50-50 വേണം വേണ്ടാന്ന് വെച്ച് എടുത്തിട്ടുള്ള ഒരു പടം പോലെയാണ് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. സ്റ്റോറി ലൈൻ നല്ല രസമുണ്ട്. കണ്ടിട്ടുള്ള സാധനങ്ങളാണെങ്കിലും സ്റ്റോറി ലൈൻ നല്ല രസമാണ്. ജെയിംസ് വാൻ തന്നെയാണ് ഇതിന്റെ ആ ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ. കൂടെ വേറെ 1-2 ആൾക്കാരും കൂടി ഉണ്ട്. പക്ഷെ എന്നാലും സ്റ്റോറി ലൈൻ കൊള്ളാമായിരുന്നെങ്കിലും CGI-ക്കും VFX-ലേക്കും ഒക്കെ വരുന്ന സമയത്ത് ഒരുപാട് കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. കാരണം ഇതിലേക്ക് ഇനി ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യണ്ട എന്നുള്ളൊരു ചിന്തകളൊക്കെ വന്ന പോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. സോ ഇനി എന്തായാലും DC ഫുൾ ഫ്ലഡ്ജിൽ റീബൂട്ട് ചെയ്യുന്ന സമയത്ത് ഇനി അക്വാമാനായിട്ട് ആരൊക്കെ വരും, എന്തൊക്കെയാവും, DC-യുടെ ഭാവി തന്നെ എന്താവും എന്നുള്ളതൊക്കെ കണ്ടു തന്നെ അറിയണം. കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ അവിടുത്തെ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നിരുന്നു, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് മറക്കാതിരിക്കാം. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.